തിരുമേനി ഇപ്പോൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും ഇപ്പോൾ പള്ളിയകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിനെ തുടർന്ന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, ഈ റാലിയിൽ പങ്കെടുത്ത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഉടൻ തന്നെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരുന്നതാണ്. ഇവിടെ ഈ റാലി എത്തിച്ചേർന്നാൽ ഉടനെ പരിശുദ്ധ ബാവ തിരുമേനി ദീപശിഖയിൽ നിന്ന് ദീപം പകർന്ന് പള്ളിയിലെ വിളക്കിലേക്ക് ദീപം പകർന്ന് ഇവിടുത്തെ കൂദാശ ചടങ്ങുകളുടെ തുടക്കമിടുന്നതാണ്. അതിനെ തുടർന്ന് ഈ പള്ളിയുടെ 5 ത്രോണോസുകളിലേക്ക് ദീപം പകർന്ന് അവിടെയുള്ള മെഴുകുതിരികൾ കത്തിക്കുന്നതാണ്. അതിനെ തുടർന്ന് സന്ധ്യാനമസ്കാരവും ഈ ദേവാലയ കൂദാശയുടെ ശുശ്രൂഷകളും ആരംഭിക്കുന്നതാണ്. കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും. പരിശുദ്ധ ബാബാവിന്റെ മനസ്സുകൊണ്ട് ദേവാലയത്തിൽ എഴുന്നള്ളി കഴിയുമ്പോൾ ദേവാലയ നിർമ്മാണത്തിന്റെ മുഖ്യ ചുമതലക്കാരനായി പ്രവർത്തിച്ചതായ ജേക്കബ് ജോൺ വെട്ടിയിൽ ദേവാലയ പണി പൂർത്തീകരിച്ചതിന്റെ നാമ്നെക്കുറിച്ച് ദേവാലയത്തിന്റെ താക്കോൽ പരിശുദ്ധ ബാബാ തിരുമേനിയെ ഏൽപ്പിക്കുന്നതും പരിശുദ്ധ ബാബാ തിരുമേനി ആ താക്കോൽ സ്വീകരിച്ചുകൊണ്ട് കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിയമ്യ ഈവാനിയോസ് തിരുമേനിയെ ഏൽപ്പിക്കുന്നതും തിരുമനസ്സുകൊണ്ട് ആ ദേവാലയം അതിന് ചുമതലക്കാരൻ എന്ന നിലയിൽ വികാരിയെ ഏൽപ്പിക്കുന്നതും വികാരി അതിന്റെ ഭരണസമിതി ചുമതലക്കാരങ്ങളിൽ ട്രസ്റ്റിയെ ഏൽപ്പിക്കുന്നതുമായിരിക്കും. അതിനുശേഷമായിരിക്കും ദേവാലയത്തിന്റെ കൂദാശകർമ്മം ആരംഭിക്കുന്നത്. ദേവാലയ നിർമ്മാണത്തിന് മുഖ്യ ചുമതല വഹിച്ചതായ ജേക്കബ് ജോൺ വെട്ടിയിൽ ദേവാലയ നിർമ്മിതിക്ക് പ്രത്യേകമായ പ്രാവീണ്യം ലഭിച്ചതായ വ്യക്തിയാണ്. തീർച്ചയായിട്ടും തന്റെ എല്ലാവിധമായ കഴിവുകളും അധ്വാനങ്ങളും ദേവാലയ നിർമ്മിതിക്കായി ഉപയോഗിച്ചിരിക്കുന്നു. ഈ ശ്രേഷ്ഠമായ ദേവാലയം പൂർത്തീകരിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തോടൊപ്പം മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും ഇടയായി എന്നുള്ളത് ഒരു ദൈവ നിയോഗം മാത്രമാണ്. ആ ദേവാലയത്തിന്റെ പണികൾ പൂർത്തീകരിച്ചതിന്റെ ദൃഷ്ടാന്തമായി അതിന്റെ താക്കോലുകൾ പരിശുദ്ധ ബാബാ തിരുമനസ്സിനെ ജനറൽ കൺവീനർ ജേക്കബ് ജോൺ കൂദാശകർമ്മത്തിന് മുമ്പ് ഏൽപ്പിക്കുന്നതായിരിക്കും. പള്ളിയിലെ 101 കമ്മിറ്റി പ്രവർത്തകർ പ്രത്യേകമായ കുരിശുകളും കൊടികളും ഒക്കെയും പിടിച്ച് റാലിയെ മനോഹരമാക്കി പള്ളി അങ്കണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവരുടെ പുറകിലായി ശുശ്രൂഷക്കുപ്പായധാരികളായ 100 കണക്കിന് ശുശ്രൂഷകർ ദേവാലയത്തിന്റെ മുറ്റത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികർ അവരെ അനുധാവനം ചെയ്തുകൊണ്ട് പള്ളിമുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിയും മറ്റു പിതാക്കന്മാരും ഇപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും പള്ളിയകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദേവാലയ നിർമ്മാണ ചുമതലകൾ നിർവഹിച്ച കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കൊടികളും കൈകളിലേന്തിക്കൊണ്ട് ഇപ്പോൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഈ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ച ശ്രീ ജേക്കബ് ജോൺ വെട്ടിയിൽ പള്ളിപ്പണി പൂർത്തിയാക്കിയതിന്റെ സൂചനയെന്നോണം ഈ ദേവാലയത്തിന്റെ താക്കോൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് സമർപ്പിക്കും. തുടർന്ന് പെരുമ്പലിൽ നിന്നും നിരണംപള്ളിയിൽ നിന്നും ആശീർവദിച്ചുകൊണ്ട് വന്ന ദീപശിഖകളിൽ നിന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി പള്ളിയിലെ വിളക്ക് തെളിയിക്കുന്നതാണ്. തുടർന്ന് 5 ത്രോണോസുകളിലേക്ക് ഈ ദീപത്തിൽ നിന്നുള്ള അനുഗ്രഹീതമായ തീ പകരുന്നതാണ്. അതിനെ തുടർന്ന് പള്ളിയകത്തേക്ക് ഈ റാലിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും പ്രവേശിക്കുന്നതാണ്. ഇപ്പോ പരിശുദ്ധ ബാവ തിരുമേനിയെ സ്വീകരിച്ചു
അലങ്കരിച്ച് ആനയിക്കുന്നത് സംബന്ധിച്ചുള്ള ഗാനാലാപനമാണ് പള്ളിയകത്ത് നിന്ന് നിങ്ങൾ കേൾക്കുന്നത്. ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഈ ദേവാലയ കൂദാശയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വാകത്താനത്തെ തലപ്പള്ളിയായ സ്ഥലപരിമിതി മൂലം 10-15 ദേവാലയങ്ങൾ പിരിഞ്ഞിട്ടും ഇന്നും ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇടവകക്കാരായുള്ള വാകത്താനം വലിയ പള്ളിയുടെ പുനർനിർമ്മാണത്തിന് ശേഷം അതിന്റെ കൂദാശ ചടങ്ങ് നടക്കുമ്പോൾ അതിന്റെ വിവരണമാണ് ACVക്ക് വേണ്ടി ഞങ്ങൾ നൽകുന്നത്. പരിശുദ്ധ ബാവാ തിരുമേനിയും അഭിവന്യ മെത്രാപ്പോലീത്തന്മാരും ഇപ്പോൾ പള്ളിയകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിനെ തുടർന്ന് ദേവാലയ കൂദാശയുടെ പ്രഥമ ഭാഗം സന്ധ്യാ നമസ്കാരത്തോടൊപ്പം ഇവിടെ ആരംഭിക്കുന്നതാണ്. പുതുപ്പള്ളി, വാകത്താനം, പാത്താമുട്ടം, കുറിച്ചി തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ശക്തിദുർഗങ്ങളാണ്. വാകത്താനത്ത് ഏറ്റവും അധികം ഓർത്തഡോക്സ് വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്നു. ഇവിടെ 165 കൊല്ലങ്ങൾക്ക് മുമ്പ് തലപ്പള്ളിയായി സ്ഥാപിക്കപ്പെട്ട വാകത്താനം വലിയ പള്ളി, ഈ പള്ളിയിൽ നിന്ന് ദൂരക്കൂടുതൽ മൂലം, സ്ഥലപരിമിതി മൂലം പല പല ഇടവകകളും 15ഓളം ഇടവകകൾ ഇവിടെ നിന്ന് പിരിഞ്ഞ് സ്വതന്ത്ര ഇടവകകളായി മാറിയെങ്കിലും ഇന്നും ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇടവക ജനങ്ങളായി ഇവിടെയുണ്ട്. ഈ മഹത്തായ ദേവാലയം, അതിന്റെ പുതിയ ദേവാലയം 3-4 വർഷങ്ങൾ കൊണ്ട് 4 കോടിയോളം രൂപ ചെലവഴിച്ച് ഏറ്റവും കമനീയമായ മാതൃകയിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന്റെ കൂദാശാകർമ്മമാണ് ഉടൻ തന്നെ ആരംഭിക്കുവാൻ പോകുന്നത്. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. പരിശുദ്ധ ബാവ തിരുമേനിയോടൊപ്പം സഭയിലെ മെത്രാപ്പോലീത്തന്മാരും ഈ കൂദാശാകർമ്മത്തിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്നു. പരിശുദ്ധ ബാവ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ദേവാലയ കൂദാശ ശുശ്രൂഷയുടെ പ്രഥമ ഭാഗം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. അതിന് കൂടെ വന്ന ആളുകൾ ഒരു കാരണവശാലും പള്ളിമുറ്റത്തേക്ക് പരിശുദ്ധ ബാവ തിരുമേനി ഇപ്പോൾ ഈ ദേവാലയ പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ശ്രീ ജേക്കബ് ജോൺ വെട്ടിയിൽ നിന്നും ദേവാലയത്തിന്റെ താക്കോലുകൾ ഏറ്റുവാങ്ങുന്നതാണ്. തുടർന്ന് പരിശുദ്ധ ബാവ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും പള്ളിയകത്തേക്ക് പ്രവേശിക്കുന്നതാണ്. ഇതിനെ തുടർന്ന് സന്ധ്യാനമസ്കാരവും അതിനുശേഷം ദേവാലയ കൂദാശ ശുശ്രൂഷയുടെ പ്രഥമ ഭാഗവും നിർവഹിക്കപ്പെടും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വാകത്താനം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ കൂദാശ സംബന്ധിച്ച ACV നൽകുന്ന വിവരണങ്ങളാണ്. വിവരണം നൽകുന്നത് ജേക്കബ് കുര്യൻ ഓണാട്ട്. അതിനുശേഷം പരിശുദ്ധ പിതാവേ, ഇപ്പോൾ പരിശുദ്ധ ബാവ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. പരുമലപ്പള്ളിയിൽ നിന്നും നിരണം പള്ളിയിൽ നിന്നും രാവിലെ കൊണ്ടുവന്ന അനുഗ്രഹീതമായ ദീപശിഖയിൽ നിന്ന് ദീപം പകർന്ന് ദേവാലയത്തിലെ വിളക്കിൽ കൊളുത്തുന്നതോടെ ദേവാലയ കൂദാശ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് ഈ വിളക്കിൽ നിന്ന് മദ്ബഹയിലെ 5 ത്രോണോസുകളിലെ തിരികളിലേക്ക്, മെഴുകുതിരികളിലേക്ക് ഈ തീ ആവാഹിക്കുന്നതായിരിക്കും. അതിനുശേഷം സന്ധ്യാനമസ്കാരം നടക്കും. സന്ധ്യാനമസ്കാരത്തിന് ശേഷം പരിശുദ്ധ ബാവ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ഇവിടെ ദേവാലയ കൂദാശ ശുശ്രൂഷയുടെ പ്രഥമ ഭാഗം നിർവഹിക്കുന്നതാണ്. പരിശുദ്ധ ബാവ തിരുമേനി എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങളെല്ലാം ജയ് ജയ് കാതോലിക്കോസ് എന്ന്
ആർപ്പ് വിളിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്. പരിശുദ്ധ ബാബ തിരുമേനി ദീപശിഖയിൽ നിന്ന് ദീപം സ്വീകരിച്ച് പ്രധാന വിളക്കിലേക്ക് തെളിയിക്കുന്നു. യുവജന സമാജ പ്രവർത്തകർ നിരണം പള്ളിയിൽ നിന്നും പരമലപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നതായ ദീപശിഖയിൽ നിന്നും പരിശുദ്ധ ബാബാരോസ് കൊണ്ട് ദീപം തെളിയിച്ച് പള്ളിയുടെ പുതിയ വിളക്കിലേക്ക് ദീപം പകരുന്നതാണ്. പള്ളിയുടെ തിരശ്ശീല നീക്കാവുന്നതും ത്രോണോസുകളിലേക്ക് ഇപ്പോൾ ദീപം പകരുന്നതുമാണ്. എല്ലാവർക്കും ചെരുപ്പൊക്കെ ഊരി സ്വസ്ഥമായ സ്ഥാനങ്ങൾ മാറ്റിയിട്ടിട്ട് സാവധാനം മാത്രം പള്ളിയിലേക്ക് പ്രവേശിക്കാം. ചെരുപ്പ് ഊരിയിട്ടിട്ട് മാത്രമേ കയറാവുള്ളൂ. അതിമനോഹരമായ റാലി ദേവാലയ അങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി സന്ധ്യാനമസ്കാരവും അതേ തുടർന്ന് ദേവാലയ കൂദാശ ശുശ്രൂഷയുടെ പ്രഥമ ഭാഗവും ആരംഭിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ ദേവാലയ കൂദാശ ചടങ്ങിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണാം. പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ദേവാലയത്തിന്റെ മദ്ബഹയിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ ദേവാലയ കൂദാശ ശുശ്രൂഷകൾ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. വാകത്താനം പ്രദേശത്തെ ക്രൈസ്തവ വിശ്വാസികളുടെ ദീർഘകാലത്തെ ഒരു സ്വപ്നം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിമനോഹരമായി വാകത്താനം വലിയ പള്ളി പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മദ്ബഹയിലെ ത്രോണോസുകളിലെ മെഴുകുതിരികളിലേക്ക് ദീപം പകരുകയാണ്. ഇന്ന് പെരുമല പള്ളിയിൽ നിന്നും നിരണം പള്ളിയിൽ നിന്നും കൊണ്ടുവന്ന ദീപശിഖകൾ പരിശുദ്ധ ബാവ തിരുമേനി ഈ ദീപശിഖകളിൽ നിന്ന് ദീപം പകർന്ന് പള്ളിയകത്ത് ത്രോണോസിലുള്ള മെഴുകുതിരികൾ കത്തിക്കുകയാണ്. അതേ തുടർന്ന് സന്ധ്യാനമസ്കാരവും
കൂദാശ ആരംഭിക്കും. കൂദാശ ചടങ്ങിന്റെ ഒന്നാമത്തെ ഭാഗം മാത്രമാണ് ഇന്ന് പൂർത്തീകരിക്കുക. ബാക്കി ഭാഗം നാളെ രാവിലെ വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് നടത്തുന്നതായിരിക്കും. ആയിരക്കണക്കിന് വിശ്വാസികൾ, വാകത്താനം നിവാസികൾ മാത്രമല്ല, ഈ ചുറ്റുപാടുമുള്ള വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലെ വിശ്വാസികൾ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ദേവാലയാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വർണ്ണശബളമായ അതിമനോഹരമായ ഒരു റാലിയാണ് ഇപ്പോൾ അതിന്റെ പരിസമാപ്തിയിലെത്തിയത്. ഇപ്പോ സന്ധ്യാനമസ്കാരം ആരംഭിക്കുവാനായിട്ട് പോകുന്നു. സന്ധ്യാനമസ്കാരത്തിന്റെ പൂർത്തീകരണത്തോടെ ദേവാലയ കൂദാശ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കും. ഇതിനെല്ലാം നേതൃത്വം നൽകാനായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയോടൊപ്പം സഭയിലെ മെത്രാപ്പോലീത്തന്മാരും ഇന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പരിശുദ്ധ വലിയ ബാവ ദിദിമോസ് പ്രഥമൻ ബാവ തിരുമേനിയും ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാനും ഇവിടുത്തെ പെരുന്നാളിൽ സംബന്ധിക്കുവാനുമായി എത്തിച്ചേരുന്നു, എഴുന്നള്ളുന്നു എന്നുള്ളത് എല്ലാവർക്കും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് പരിശുദ്ധ കാതോലിക്ക ബാവയോടൊപ്പം അഭിവന്യ ഗീവർഗീസ് മാർ ഈവാനിയോസ് മെത്രാപ്പോലീത്ത, ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപ്പോലീത്ത, അഭിവന്യ പൗലോസ് മാർ പക്കോമിയോസ് മെത്രാപ്പോലീത്ത, ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത, അഭിവന്യ മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രാപ്പോലീത്ത, അഭിവന്യ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പോലീത്ത, അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലീത്ത, അഭിവന്യ ജോഷുവ മാർ ദിക്കോദിമോസ് മെത്രാപ്പോലീത്ത, ഈ പിതാക്കന്മാരൊക്കെ ഈ കൂദാശ കർമ്മത്തിന് നേതൃത്വം നൽകുന്നതായി